Hello, my dear students. Welcome back to Isaac's Physics Classroom. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ബെർണോളിസ് പ്രിൻസിപ്പിൾ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ആണ്. ഈ വീഡിയോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ഡെറിവേഷനും അതിന്റെ കൺസെപ്റ്റുമാണ്. നെക്സ്റ്റ് വീഡിയോയിലാണ് നമ്മൾ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വീഡിയോ ആണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മാർക്ക് സ്കോറിംഗ് ആയിട്ട് വരുന്ന വീഡിയോസ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Bernoulli's principle. Consider a fluid flowing through a pipe of different cross section and assume the flow is steady. അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ഉപയോഗിച്ച അതേ ഫിഗർ ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ചെറിയ ഡിഫറൻസ് എന്ന് പറയുന്നത് ഹൈറ്റ് H1 H2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പൈപ്പിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഡിഫറൻ്റ് ആണ്. A1 എന്ന ഏരിയയിലൂടെയാണ് ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നത്, A2 എന്ന ഏരിയയിലൂടെയാണ് ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ രണ്ട് ഏരിയയും തമ്മിൽ ഹൈ ഡിഫറൻസ് ഉണ്ട്. അത് മെൻഷൻ ചെയ്യാനാണ് H1 H2 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് മാത്രമാണ് പ്രീവിയസ് വീഡിയോയിൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്ത ഫിഗറിന് വ്യത്യസ്തമായി വരുന്നത്. ബാക്കി എല്ലാ ടേമും തന്നെ ഒരേ തന്നെയാണ്. അതിൽ അവിടെ പറഞ്ഞ അതേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്യാണ്. V1 സ്റ്റാൻഡ്സ് ഫോർ വെലോസിറ്റി ആണ്. വോളിയം നമുക്ക് ഡെൽറ്റ വി എന്ന് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ V1 വെലോസിറ്റി ആണ്, ഡെൽറ്റ ടി ടൈം ഡെൽറ്റ x1 ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് P1 പ്രഷർ, A1 ഏരിയ, H1 ഹൈറ്റ്. Let delta x1 be the distance through which the fluid moves in a small time delta t at A1. അപ്പോൾ ഡെൽറ്റ x1 എന്ന ഡിസ്റ്റൻസിലൂടെയാണ് ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ A1 എന്ന ഏരിയയിലൂടെയാണ് ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ആ ഡെൽറ്റ x1ഉം ഡെൽറ്റ x2ഉം ശ്രദ്ധിക്കുക. കാരണം ഈക്വൽ എമൗണ്ട് ഓഫ് വോളിയം ഓഫ് വാട്ടർ, എത്ര വെള്ളമാണ് ഉള്ളിലേക്ക്, എത്ര ഫ്ലൂയിഡാണ് ഉള്ളിലേക്ക് കടന്നത്, അത്ര ഫ്ലൂയിഡ് പുറത്തേക്ക് പോകും. അപ്പോൾ A1 ഡെൽറ്റ x1 എന്ന് പറയുന്ന വോളിയം A2 ഡെൽറ്റ x2 എന്ന വോളിയം സെയിം ആവണം. അപ്പോൾ A2 വലുതായതുകൊണ്ട് x2 ചെറുതായി, അതേപോലെ A1 ചെറുതായതുകൊണ്ട് x1 വലുതായി. അപ്പോൾ ആ വരയ്ക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. The work done on the fluid at A1. അപ്പോൾ നമ്മൾ ഫ്ലൂയിഡിൽ വർക്ക് ചെയ്യാണ്, കാരണം ഫ്ലൂയിഡ് പൈപ്പിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാണ്. അപ്പോൾ ഫ്ലൂയിഡിലേക്ക് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ ഫ്ലൂയിഡിനെ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നത്. അതായത് നമ്മൾ ബൈ എയ്ഡ് ഓഫ് മോട്ടറോ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ആ ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്ലൂയിഡിൻ്റെ മേലെയാണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് അറ്റ് A1. ദാറ്റ് ഈസ് ഈക്വൽ ടു W1 ഈസ് ഈക്വൽ ടു F1 ഡെൽറ്റ x1. നമുക്കറിയാം FdX ആണ് വർക്ക് ഡൺ ഇക്വേഷൻ. അപ്പോൾ F1 ഡെൽറ്റ x1 that is equal to P1 A1 delta x1 that is equal to P1 delta V. This is equation number 1. അപ്പോൾ ഇത് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ F1നെ P1 A1 എന്ന് കൊടുത്തു, ഡെൽറ്റ x1 അങ്ങനെ എടുത്തെഴുതി. A1 ഡെൽറ്റ x1 ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ദാറ്റ് ഇസ് വോളിയം ഡെൽറ്റ വി. ഇവിടെ V1 കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്കറിയാം എത്ര എമൗണ്ട് ഓഫ് വോളിയം ഓഫ് ഫ്ലൂയിഡ് ആണ് ഉള്ളിലേക്ക് കടക്കുന്നത്, അത്ര എമൗണ്ട് ഓഫ് വോളിയം അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ വോളിയം സെയിം ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, V1 എന്ന് പറയുന്ന വെലോസിറ്റി ആണ്, V2 എന്ന് പറയുന്ന വെലോസിറ്റി ആണ്, ഡെൽറ്റ വി എന്ന് പറയുന്ന വോളിയം ആണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി W1 ഈക്വൽ ടു P1 ഡെൽറ്റ V1. അതായത് ഫ്ലൂയിഡിൽ വർക്ക് ചെയ്തു, ആ വർക്കാണ് P1 ഡെൽറ്റ V, where P1 is the pressure at A1 and delta V is the volume of the fluid. Similarly, the work done by the fluid at A2 that is equal to W2 is equal to minus F2 delta x2. അവിടെ വർക്ക് ഡൺ ബൈ എന്ന് പറയാൻ കാരണം നമ്മൾ ഫ്ലൂയിഡിൽ വർക്ക് ചെയ്തിട്ടാണ് ഫ്ലൂയിഡ് പൈപ്പിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തത്. ഇനി ഫ്ലൂയിഡ് വർക്ക് ചെയ്തിട്ടാണ് പൈപ്പിൻ്റെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡും ബൈ ദ ഫ്ലൂയിഡ് ആണ്. അപ്പോൾ രണ്ടും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ബൈ ആയതുകൊണ്ട് മൈനസ്. നമ്മൾ തെർമോഡൈനാമിക്സിൽ കെമിസ്ട്രി ഡിസ്കസ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുക, സിസ്റ്റം വർക്ക് ചെയ്യുക എന്നൊക്കെ മൈനസ്, അതേ ഒരു നൊട്ടേഷൻ ഇവിടെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലൂയിഡിലേക്ക് വർക്ക് ചെയ്തപ്പോൾ പോസിറ്റീവ് ആക്കി എടുത്തു, ഫ്ലൂയിഡ് വർക്ക് ചെയ്തപ്പോൾ നെഗറ്റീവ് ആക്കി എടുത്തു. അപ്പോൾ A2 എന്ന് പറയുന്നത് ഫ്ലൂയിഡ് വർക്ക് ചെയ്തിട്ടാണ് വെള്ളം അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് അറ്റ് A2 വർക്ക് ചെയ്യുമ്പോൾ ബൈ ദ ഫ്ലൂയിഡ് ആണ്, അതാണ് മൈനസ് വരാൻ കാരണം. അപ്പോൾ അവിടെ F1 ഡെൽറ്റ x1 വന്നു, ഇവിടെ F2 ഡെൽറ്റ x2 ആണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് P2 A2 ഇൻറ്റു ഡെൽറ്റ x2. പ്രഷർ നമ്മൾ മാറ്റി എഴുതുന്നു P2 A2 ആൻഡ് A2 ഡെൽറ്റ x2 വോളിയം ആവും. വോളിയം സെയിം ആയതുകൊണ്ട് 2 എന്ന് കൊടുത്തില്ല, P2 ഡെൽറ്റ വി. പക്ഷെ വർക്ക് ഡൺ ഓൺ W2 എന്ന് വരുമ്പോൾ ഇവിടെ ബൈ ആയതുകൊണ്ട് മൈനസ് P2 delta V. W1 ആകുമ്പോൾ P1 delta V, കാരണം വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് ആണ്, ഇവിടെ ബൈ ദ ഫ്ലൂയിഡ് ആണ്. Here P2 is the pressure at A2 and the negative sign indicates that the work is done by the fluid. Therefore, net work done W is equal to W1 plus W2 that is equal to
P1 minus P2 into delta V. കാരണം P1 delta V plus minus P2 delta V ആവും. Delta V take it outside. So P1 minus P2 delta V. അപ്പോൾ ഇതാണ് ടോട്ടൽ വർക്ക് ഡൺ. എടുത്ത വർക്ക് കൂടി എല്ലാ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് P1 minus P2 delta V. Delta V ശ്രദ്ധിക്കാൻ ഇറ്റ്സ് വോളിയം. Part of this work goes into changing the kinetic energy of the fluid, and the other part goes into the changing in gravitational potential energy. നമ്മൾ വർക്ക് എനർജി തിയറം പഠിച്ചതാണ്. അവിടെ വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി. അപ്പോൾ ഇവിടെ നമുക്കറിയാം ആ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയയോടെയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഏരിയ മാറുമ്പോൾ വെലോസിറ്റി മാറും. വെലോസിറ്റി മാറുക എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി മാറും. അപ്പോൾ ആ കൈനറ്റിക് എനർജിക്ക് മാറാനുള്ള വർക്ക് എടുത്തിരിക്കുന്നത് ഈ വർക്ക് എന്നാണ്. അതുപോലെ തന്നെ ഹൈറ്റ് ഡിഫറൻസും ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി മാറും. പൊട്ടൻഷ്യൽ എനർജി മാറാൻ എടുക്കുന്ന വർക്ക് ഇതാണ്. അപ്പോൾ നമുക്ക് വർക്ക് എനർജി തിയറി പ്രകാരം ഈക്വേറ്റ് ചെയ്യാം. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, that is delta K is equal to half m v2 square minus half m v1 square, that is equal to half m, take it outside, v2 square minus v1 square, or half rho delta v v2 square minus v1 square. കാരണം m എന്ന് പറയുന്നത് റോ എന്ന് പറയുന്നത് മാസ് പെർ വോളിയം ആണ്. സോ മാസ് ഇസ് ഈക്വൽ റോ ഇൻറ്റു വോളിയം ആവും. സോ ഹാഫ് റോ ഡെൽറ്റ വി ഇൻറ്റു v2 square minus v1 square. അപ്പോൾ ഈ ഡെൽറ്റ കെ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ കിട്ടിയ ഇക്വേഷൻ ഹാഫ് റോ ഡെൽറ്റ വി v2 square minus v1 square. Similarly, change in potential energy, that is equal to delta U is equal to mgh2 minus mgh1. mg take it outside, h2 minus h1. I m in rho delta V കൊടുത്തു. So rho delta Vg h2 minus h1. So this is the change in potential energy. അപ്പോൾ change in kinetic energy കണ്ടു, change in potential energy കണ്ടു. By work energy theorem, that is നമ്മൾ വർക്ക് എനർജി തിയറം അറിയാം. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി ആണ്. അവിടെ കൈനറ്റിക് എനർജി മാറിയിട്ട് പൊട്ടൻഷ്യൽ എനർജി മാറിയിട്ടുണ്ട്. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി വർക്ക് ഡൺ. സോ P1 മൈനസ് P2 ഡെൽറ്റ വി എന്ന് വർക്ക് ഡൺ ആണ്. ഹാഫ് റോ ഡെൽറ്റ വി v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി റോ ഡെൽറ്റ Vg h2 മൈനസ് h1. സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയും കൂടി കൂട്ടുമ്പോഴാണ് ആ വർക്ക് ഡൺ കിട്ടുന്നത്. അതാണ് വർക്ക് എനർജി തിയറം. എടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എനർജിയാണ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എനർജി വന്നാണ് വർക്ക് ഡൺ. സോ ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു change in kinetic energy plus change in potential energy. So P1 minus P2, delta V എല്ലാത്തിലും കോമൺ ആണ്, അത് കട്ട് ചെയ്യാം. സോ റോ ഹാഫ് റോ v2 square minus v1 square plus rho g h2 minus h1. So by arranging P1 plus half rho v1 square plus rho g h1 is equal to P2 plus half rho v2 square plus rho g h2. P1ഉം P2 ആണ്. 2-നെയൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്നു, 1-നെയൊക്കെ വേറെ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ വരും. P1 അതുപോലെ തന്നെ ഹാഫ് റോ മൈനസ് v1 സ്ക്വയർ ആണ്, അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരും, പ്ലസ് ആവും. അതേപോലെ തന്നെ റോ ജി മൈനസ് h1 ആണ്, അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും പ്ലസ് ആവും. അതേപോലെ തന്നെ മൈനസ് P2 റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകും, പോസിറ്റീവ് ആവും. അപ്പോൾ P1 പ്ലസ് 1-ഒക്കെ ഒരു ഭാഗത്തേക്ക് എടുത്തു, 2-ഒക്കെ വേറൊരു ഭാഗത്തേക്ക് എടുത്തു. സോ ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഈ ഇക്വേഷൻ ആണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. നമുക്ക് ഇങ്ങനെ പറയാം, പി പ്ലസ് ഹാഫ് റോ ഫി സ്ക്വയർ പ്ലസ് റോ ജി ഇസ് എ കോൺസ്റ്റന്റ്. അതായത് നമ്മൾ 1ഉം 2 എടുത്തു, ഇനി 3 എന്നൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ P3 പ്ലസ് ഹാഫ് റോ v3 വി സ്ക്വയർ പ്ലസ് റോ ജി h3 എന്ന് വരും. അപ്പോൾ ഏതൊരു പോയിന്റിൽ എടുത്താലും ഈ ഇക്വേഷൻ ഇതായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ജനറൽ എങ്ങനെ പറയാം, പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി ഇസ് എ കോൺസ്റ്റന്റ്. So Bernoulli's theorem represents the conservation of energy on a flowing liquid. In the case of streamlined flow of a ideal liquid that is incompressible and non-viscous, the total energy, that is kinetic energy plus potential energy plus pressure energy per unit volume, remains a constant at all points of the flow. ഇതാണ് Bernoulli's principle. So another form of Bernoulli's equation നമുക്ക് ഇങ്ങനെ എഴുതാം, P by rho g plus v square by 2g plus h is a constant. അതായത് rho g h, അവിടെ h മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇക്വേഷൻ മുഴുവൻ rho g കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ P by rho g ഹാഫ് റോ വി സ്ക്വയർ ബൈ റോ ജി ആകുമ്പോൾ റോ ജി റോ കട്ട് ചെയ്യും. അപ്പോൾ വി സ്ക്വയർ ബൈ 2g പ്ലസ് h is a constant. അപ്പോൾ ഇത് വേറൊരു ഫോം ഓഫ് എന്താണ്, ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ്. P പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി h is a constant, P by rho g plus v square by 2g plus h is a constant. അപ്പോൾ രണ്ടും ഡിഫറെന്റ് ഫോം ഓഫ് ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ്. Where P by rho g is called pressure head and v square by 2g is called velocity head and h is known as gravitation head. ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കും, ഫൈൻഡ് ദ പ്രഷർ ഹെഡ്. അപ്പോൾ P by rho g കണ്ടാൽ മതി. v square by 2g എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഹെഡ് ആണ്, h എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഹെഡ് ആണ്. If the flow is through a horizontal pipe of varying cross section, then there will be no gravitation head. അതായത് ഒരു പൈപ്പ് ഗ്രൗണ്ടിൽ വെച്ചിരിക്കുകയാണ്, അപ്പോൾ ഹൈറ്റ് ഡിഫറൻസ് ഇല്ല എങ്കിൽ അവിടെ h എന്ന ടേം ഉണ്ടാവില്ല. then p plus half rho v square is a constant എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം P by rho g plus v square by 2g is a constant. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ പറയാം, this means that the velocity of flow at any point in a horizontal pipe increases, the pressure at that point decreases. അതായത് ഈ ബെർണോളിസ് പ്രിൻസിപ്പിൾ ഏറ്റവും ബേസിക് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇതാണ്, വെലോസിറ്റി കൂടിയാൽ അവിടെ പ്രഷർ കുറയും. അതായത് ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറയും എന്ന് പറയുമ്പോൾ എ വി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ പി വി കോൺസ്റ്റന്റ് എന്ന് പറയാൻ പാടില്ല. ഇവിടെ P by rho g plus v square by 2g is a constant എന്നോ
പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ ഇസ് എ കോൺസ്റ്റന്റ് എന്ന് പറയാൻ പാടുള്ളൂ. പക്ഷെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്, ഒരു പോയിന്റിൽ വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ, ഫ്ലൂയിഡിന്റെ വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ ആ പോയിന്റിൽ പ്രഷർ കുറവായിരിക്കും. അപ്പോൾ വെലോസിറ്റി കൂടുന്തോറും എന്താണ് പ്രഷർ കുറയുക, ഇൻവേഴ്സിൽ നമുക്ക് പറയാം പ്രഷർ കുറഞ്ഞ വെലോസിറ്റി കൂടുക. അപ്പോൾ ഇതാണ് ബെർണോളിസിന്റെ കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും പി വി ഇസ് എ കോൺസ്റ്റന്റ് എന്ന് പറയരുത്. എ വി കോൺസ്റ്റന്റ് പറയുന്ന പോലെ പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ ഇസ് എ കോൺസ്റ്റന്റ് ഓർ പി ബൈ റോ ജി പ്ലസ് വി സ്ക്വയർ ബൈ 2 ഇസ് എ കോൺസ്റ്റന്റ് പറയാൻ പാടുള്ളൂ. സിംപ്ലി ഇറ്റ് മീൻസ് ദാറ്റ് വെൻ വെലോസിറ്റി ഓഫ് ദ ഫ്ലോ ഇൻക്രീസസ്, pressure decreases. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരാം. ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, feel free ask through comments. Thank you for watching. Thank you.